വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പെരുകുന്നു. പനി ബാധിച്ച് പ്രതിദിനം ചികിത്സ തേടുന്നവരുടെ എണ്ണം 10,000 കടന്നു. പനിക്കൊപ്പം എലിപ്പനിയും ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതും കടുത്ത ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, സംസ്ഥാനമാകെ പകർച്ചവ്യാധികളുടെ ഭീഷണിയിലാണ്. വലിയ രീതിയിൽ തന്നെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നത് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. രോഹിണി, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം. പക്ഷേ എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമാക്കുന്നതാണ്. എത്രത്തോളം രോഗികളാണ് ഈ ഒരു ചികിത്സ തേടി അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇത് ജനറൽ ആശുപത്രിയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നിരവധി രോഗികളാണ് ഒരു ദിവസം ഈ ആശുപത്രിയിൽ തന്നെ എത്തുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം ഏതാണ്ട് 10,000-ന് അപ്പുറത്താണ്. മരണനിരക്കിലും ക്രമാതീതമായിട്ടുള്ള വർധനവാണ് രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി ബാധയിലും വലിയ രീതിയിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് കടുത്ത ആശങ്കയാണ്. കഴിഞ്ഞ ദിവസം പനിബാധിതരുടെ എണ്ണം പ്രതിദിന പനിബാധിതരുടെ എണ്ണം ഏതാണ്ട് 11,000 കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ഡെങ്കിപ്പനി ബാധിച്ച് 300ഓളം പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നത്. എലിപ്പനി ബാധയിലും എലിപ്പനി മരണത്തിലും വലിയ രീതിയിൽ വർധനമുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം മഞ്ഞപ്പിത്തവും സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തേഞ്ഞിപ്പാലത്ത് 15 വയസ്സുകാരി മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ 30 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. 700 പേർക്കാണ് ഈ കഴിഞ്ഞ ജൂണിൽ മാത്രം രോഗം പിടിപെട്ടത്. ഇത് യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് എന്നുള്ളതും കടുത്ത ആശങ്കയാണ്. അതോടൊപ്പം മലപ്പുറം, എറണാകുളം ജില്ലകൾ, വടക്കൻ ജില്ലകളിലാണ് ഈ രോഗവ്യാപനം നിലവിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ജില്ലാ കളക്ടർമാരോടും DMOമാരോടും ഒക്കെ തന്നെ ഇതിന്റെ സാഹചര്യം നിരീക്ഷിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊതുകുകൾ ഉൾപ്പെടെ ഒരു പെരുകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണമെന്നുള്ള നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ, മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ളൊരു വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം. ഏതായാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയുമാണ് ഇത്രത്തോളം രോഗവ്യാപനം വർദ്ധിക്കുന്നതിന് കാരണമായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നൊരു കാരണം. അത്രത്തോളം രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. എന്തിന് ചികിത്സയ്ക്ക് വന്നതാണോ? പനി വല്ലതും ആണോ? മരുന്നൊക്കെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന്? നമുക്ക് വേറെ വിളർ കിട്ടണമെന്ന് പറഞ്ഞാകില്ല. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് പിന്നെ വെളിയിലെത്തി എഴുതിത്തരും. ഇവിടെ ഇല്ലാത്തത് വെളിയിലെത്തി എഴുതിത്തരും. ഇവിടെ ഇല്ലാത്ത മരുന്നുകൾ വെളിയിലേക്ക് എഴുതിത്തരും എന്നുള്ളതാണ് ചികിത്സയ്ക്ക് വന്ന ആള് പറഞ്ഞത്. കാരണം നിരവധി മരുന്ന് ക്ഷാമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പല മരുന്നുകളും കിട്ടാനില്ലാത്തൊരു ക്ഷാമം കൂടി ജനറൽ ആശുപത്രികളിലും മറ്റും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് കടുത്ത ആശങ്കയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിലുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അനാസ്ഥ അത് തന്നെയാണ് ഈ രോഗവ്യാപനം ഇത്രത്തോളം. അതുമാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനമൊട്ടാകെ പനി ഭീതിയിൽ തന്നെയാണ്. പനി ബാധിച്ച് പ്രതിദിനം ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം 10,000 കടന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള മട്ടാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് പിന്തുടരുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളൊക്കെ പൊതുമരാമത്തിന്റെ ഭാഗത്തു നിന്നും അവതാളത്തിലായി തുടക്കം മുതലേ. അതിനുശേഷമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിസ്സംഗതയും. മഞ്ഞപ്പിത്ത ബാധയെക്കുറിച്ച് നിയമസഭയിൽ പോലും കൃത്യമല്ലാത്ത മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന. ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞത്. പ്രതിപക്ഷം ഇതൊരു വലിയ പ്രശ്നമായി ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് തന്നെ സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനമാണ്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് പറയാറുണ്ട്. കാരണം ഓരോ ദിവസം കഴിയും തോറും ഈ രോഗവ്യാപനം വർദ്ധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടെ ഈ കൃത്യമായിട്ടുള്ള മരണനിരക്കും കണക്കുകളും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഈ കണക്കുകൾ മറ്റും ഒരു ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ളൊരു വിമർശനവും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഓരോ ആളുകളും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റു ആശുപത്രികളിലൊക്കെ തന്നെ പനിക്ക് വന്നതാണോ അമ്മ? പനിക്ക് വന്നതാണോ? മരുന്നുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? അത് പുറത്തുനിന്ന് എഴുതി തരുമോ? എല്ലാ മരുന്നും കിട്ടി.
ഈ ചെവി വേദനയുടെ ഉൾപ്പെടെ മരുന്നുകൾ ഇവിടെ ലഭ്യമാണ്. പക്ഷേ പനിക്ക് ഉൾപ്പെടെ എത്തുന്ന ചില രോഗികൾ പറയുന്ന ഒരു കാര്യം, അവർക്ക് ചില മരുന്നുകളൊന്നും തന്നെ കിട്ടുന്നില്ല, പുറത്തുനിന്നും എഴുതി വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ തന്നെ ഈ പനിക്കിടക്കുകൾ മറ്റും പലരും റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഈ പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ മരുന്ന് വാങ്ങാൻ എത്തുന്നവരുടെ ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പനിക്ക് ചികിത്സ തേടി എത്തുന്നവരുണ്ട്, അവിടെയും വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. ഇത് കേവലം ജനറൽ ആശുപത്രിയിലെ മാത്രം ഒരു കാഴ്ചയല്ല, മറ്റെല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇനി ജൂലൈ 2ാം വാരത്തോടുകൂടി മഴ സംസ്ഥാനത്ത് കൂടുതൽ സജീവമാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മഴ സജീവമാകുന്നതോടുകൂടി വീണ്ടും പരിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പകരം നഗരത്തിന്റെ പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടുകളിൽ മാലിന്യങ്ങൾ കിറഞ്ഞു നിൽക്കുന്നതും അതോടൊപ്പം തന്നെ കൊതുകുകൾ പെരുകുന്നതുമൊക്കെ രോഗവ്യാപനത്തിന് വലിയ രീതിയിൽ കാരണമാകുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലുൾപ്പെടെ തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായത്. അത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നതാണ് ഈ വലിയ രീതിയിൽ രോഗവ്യാപനത്തിന് നിലവിൽ കാരണമാക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ വിലയിരുത്തൽ. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ വലിയ രീതിയിൽ ആ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അനാസ്ഥ, മാത്രമല്ല ആശുപത്രികളിൽ ഈ രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പനി കിടക്കകൾ, ICU, വെന്റിലേറ്റർ, മരുന്നുകളുടെ ലഭ്യത ഇതൊക്കെ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയം വളരെ ഗൗരവതരമാണ്. വിഷയം ഇന്ന് സഭയിൽ ഉന്നയിച്ചിട്ട് പോലും അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചത്. പക്ഷേ കണക്കുകളിൽ നിന്ന്, DHSന്റെ ഉൾപ്പെടെ കണക്കുകളിൽ നിന്നും എത്രത്തോളം പേർക്കാണ് പ്രതിദിനം രോഗം ബാധിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസം തന്നെ ഡെങ്കിപ്പനിക്ക് 300ഓളം പേർ ഡെങ്കി ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. 100ഓളം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. എലിപ്പനി വർദ്ധിക്കുന്നുണ്ട്, മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നുണ്ട്. പകർച്ചവ്യാധിയും വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയാണ്.